ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നമുക്ക് ഉടനെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കുറേയേറെ എക്സാംസ് വരുന്നുണ്ട്. ഇപ്പോൾ RRB ആണെങ്കിലും SSC ആണെങ്കിലും കൂടാതെ നമ്മുടെ PSCയുടെ കുറേ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസും വരുന്നുണ്ട്. ഈ ഓഗസ്റ്റിലേക്ക് PSCയുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ എക്സാമിന് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റ് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലെ ഇതുവരെ ചോദിച്ചിട്ടുള്ളതും കൂടാതെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ കംപ്രസിബിലിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഈസ് ഗിവൺ ബൈ 5 × 10⁻⁻11 Pascal⁻⁻1. വാട്ട് ഈസ് ദ ബൾക്ക് മോഡുലസ് ഇൻ GPa ഓഫ് ദ ഫ്ലൂയിഡ്? അപ്പം ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാം, നമ്മളോട് ഫ്ലൂയിഡിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് കംപ്രസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട് 5 × 10⁻11 Pascal⁻⁻1 എന്ന്. ചോദ്യം കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ബൾക്ക് മോഡുലസ് ആണ്. അപ്പം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കംപ്രസിബിലിറ്റിയും ബൾക്ക് മോഡുലസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ബീറ്റ എന്നാണ് കാണിക്കാറുള്ളത്. ഓക്കെ, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/k ആണ്, അറിയാവുന്ന കാര്യമാണ്. കംപ്രസിബിലിറ്റി ഈസ് ഈക്വൽ ടു 1 ബൾക്ക് മോഡുലസ് ആണ്. നമ്മോട് ചോദിച്ചിരിക്കുന്നത് ബൾക്ക് മോഡുലസ് ആണ്. സോ k ഈസ് ഈക്വൽ ടു 1/b എന്ന് പറയാം, ഓർ ബീറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ 1/5 × 10⁻⁻11 നമുക്ക് കിട്ടും. ഇനിയും സോൾവ് ചെയ്യണം. നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ 10, 20, 30, 40 എന്നാണ് ആൻസർ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 1/5 ഞാൻ ഈ 10⁻⁻11 മുകളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് 10⁻11 കിട്ടും. അതിനെ നമുക്കറിയാം ആൻസർ വേണ്ടത് GPa അപ്പോൾ 10⁻9 ആയിട്ട് വരുന്ന രീതിയിൽ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ 10 × 10 എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ ഇവിടെ 5ഉം 10ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പം 2 എന്ന് കിട്ടും. സോ ആൻസർ കിട്ടുന്നത് 20 × 10⁻9 എന്ന് കിട്ടും. റൈറ്റ്? അപ്പം 20 × 10⁻9 എന്ന് പറയുമ്പം 20 GPa എന്ന് ആൻസർ നമുക്ക് വരും. അപ്പം നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമുക്കൊരു ഇക്വേഷൻ അറിയാമെങ്കിൽ, ദാറ്റ് ഈസ് പറഞ്ഞത് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് 1 ബൾക്ക് മോഡുലസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബൾക്ക് മോഡുലസ് കണ്ടുപിടിക്കാം. ഒരു റിലേഷനെ ബേസ് ചെയ്തുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, കാൽക്കുലേറ്റ് ദ കൈനമാറ്റിക് വിസ്കോസിറ്റി ഇൻ സ്റ്റോക്സ് ഓഫ് ദ ഫ്ലൂയിഡ് ഇഫ് ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഈസ് 0.5 പോയിസ് ആൻഡ് ഡെൻസിറ്റി ഈസ് 0.4. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കൂട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നാണ് ചോദ്യം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ നമ്മൾ വിസ്കോസിറ്റി, ഫ്ലൂയിഡ് വിസ്കോസിറ്റിയെ കുറിച്ച് പറയുമ്പം 2 തരം വിസ്കോസിറ്റി ഉണ്ട്. അതിലെ ഒന്നാമത്തെ വിസ്കോസിറ്റിയുടെ പേരാണ് എല്ലാവർക്കും അറിയാവുന്നതാണ്, വിച്ച് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി എന്നാണ്. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ, അതിനെ നമ്മൾ ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ വിസ്കോസിറ്റിയെ കുറിച്ച് പറയുമ്പം നമ്മൾക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിരിക്കുന്നതാണ്. ഈ ഭാഗത്തുനിന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ഈ പറയുന്ന ഡൈനാമിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്നതാണ് ന്യൂട്ടൺ സെക്കൻഡ്/മീറ്റർ² എന്നാണ് അതിന്റെ SI യൂണിറ്റ്. അതിനെ നമ്മൾ പോയിസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, കൂടാതെ കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂവിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് m²/s ആണ്. ഇതിനെ നമ്മൾ സ്റ്റോക്ക് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കൺസെപ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റി ആണ് കാണുന്നത്. ഇപ്പം നമുക്കറിയാം കൈനമാറ്റിക് വിസ്കോസിറ്റി ന്യൂ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ന്യൂവിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി എന്നാണ്, വിച്ച് ഈസ് μ/ρ. ഓക്കെ, അങ്ങനെയെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഡൈനാമിക് വിസ്കോസിറ്റി ഈസ് 0.5 പോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുമ്പം 0.5 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി പറഞ്ഞിരിക്കുന്നത് 0.4 എന്നാണ്. സോ 5/4 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷനിൽ 5/4 ഇല്ല, അറിയാം. 5/4 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ C, 1.25.
ക്ലിയർ ആണ്. ഒരു ബേസിക് സ്ട്രക്ചർ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഫ്ലൂയിഡ് പഠിക്കുമ്പോൾ അതിന്റെ ഫണ്ടമെന്റലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വിസ്കോസിറ്റിന്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം, എന്താണ് ഡൈനാമിക്, എന്താണ് കൈനമാറ്റിക് എന്ന് അറിയാവുന്നവർക്കും. കൂടാതെ അവിടുത്തെ SI യൂണിറ്റും കൂടി പഠിച്ചു വെച്ചോണം, അത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്സിജൻ ടു അസറ്റൈൻ റേഷ്യോ ഇൻ കേസ് ഓഫ് കാർബറൈസിംഗ് ഫ്ലെയിം ഈസ്. അപ്പം ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ പ്രൊഡക്ഷന്റെ ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം ഗ്യാസ് വെൽഡിങ്ങിൽ നമ്മൾ അസറ്റിലീൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും തമ്മിൽ മിക്സ് ചെയ്താണ് വെൽഡിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിജനും അസറ്റിലും തമ്മിൽ കാർബറൈസിംഗ് ഫ്ലെയിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള റേഷ്യോ എന്താണെന്ന് ചോദിച്ചാൽ വിച്ച് ഈസ് 0.9:1. ദ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. ഓക്കെ, എങ്കിൽ നമുക്ക് മറ്റൊരു റേഷ്യോയും കൂടി ഉണ്ട്. ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഓക്സിജനും നമ്മുടെ അസറ്റിലീനും ഈക്വലി 1:1 പ്രൊപ്പോർഷനിൽ പോകുമ്പോൾ ഉള്ള ഫ്ലെയിമിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്രൽ ഫ്ലെയിം ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാർബറൈസിംഗ് ഫ്ലെയിമും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം ഒരു ഇമ്പോർട്ടന്റ് പ്രൊഡക്ഷൻ ടെക്നോളജി എന്നുള്ള ചോദ്യമാണ്. ഓക്സിജനും അസറ്റിലും നമ്മൾ റേഷ്യോസ് ചോദിക്കാം. ഇവിടെ കാർബറൈസിംഗ് ഫ്ലെയിമിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. സോ 0.9:1 ഈസ് ദ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിംഗ്, വീണ്ടും നമ്മുടെ ഓക്സി അസറ്റിലിൻ തന്നെയാണ്. ഫോർ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ദ വോളിയം ഓഫ് ഓക്സിജൻ റിക്വയർഡ് പെർ യൂണിറ്റ് ഓഫ് അസറ്റിലിൻ ഈസ്. പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ചോദ്യമാണ്. ഓക്സി അസറ്റിലിൻ ഗ്യാസ് വെൽഡിങ്ങിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു, ഓക്സിജനും അസറ്റിലിൻ ഗ്യാസ് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അസറ്റിലീന്റെ കംപ്ലീറ്റ് കമ്പസ്റ്റന് വേണ്ടി എത്ര വോളിയം ഓക്സിജൻ വേണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫണ്ടമെന്റലി അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസറ്റിലിൻ എന്ന് പറയുമ്പോൾ C2H2 ആണ്, വിച്ച് ഈസ് ഇൻ ഗ്യാസ് ഫേസ്. ഓക്കെ, കൂടാതെ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടത് ഓക്സിജൻ ഗ്യാസുമാണ്, അല്ലെ? ഓക്സിജൻ ഗ്യാസ് ഇവിടെ കിട്ടുന്നത് അറിയാവുന്നതാണ്. CO2 പ്രൊഡ്യൂസ് ചെയ്യും, അതുകൂട്ട് തന്നെ H2O പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഗ്യാസ് ആണ്, ഇത് ലിക്വിഡ് ആണ്. ക്ലിയർ? ഇതാണ് അവിടുത്തെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അസറ്റിലീൻ ഗ്യാസും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ CO2ഉം H2ഉം കിട്ടും. അപ്പം നമുക്കറിയേണ്ടത് ഈ C2H2 അസറ്റിലീൻ ഗ്യാസ്, ഇപ്പം നമ്മളിത് നമുക്കറിയാം കെമിക്കലി ഈക്വൽ ആക്കണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഇവിടെ നോക്കുമ്പോൾ ഹിയർ ഓക്സിജൻ പറയുമ്പം ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 ഓക്സിജൻ, 3 ആയി അല്ലേ? ഇവിടെ നമുക്കുള്ളത് 2 ഓക്സിജൻ ആണ്. ഇവിടെ ഒരു 2 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 4 + 1 5 ഓക്സിജൻ വരും. ഓക്കെ, അപ്പൊ ചോദ്യം ചോദിച്ചിരിക്കുന്നത് C2H2 അസറ്റലീനെ ഫുള്ളായിട്ട് കമ്പസ്റ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ മിക്സ് ചെയ്യിപ്പിക്കാൻ എത്ര ഓക്സിജൻ വേണമെന്നാണ്. ആണല്ലോ, അപ്പൊ നമുക്കറിയാം ഇപ്പൊ നോക്കുമ്പം ഇവിടെ 4+ റൈറ്റ് സൈഡില് 4 + 5 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ 5/2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം, ശരിയല്ലേ? എന്നാലല്ലേ നമുക്ക് 5 × 2 10/2 വിച്ച് ഈസ് 5 ഓക്സിജൻ. അപ്പൊ ഇവിടെയും 5 ആകും, അപ്പുറത്ത് 5. അപ്പം ആൻസർ വരുന്നത് അസറ്റലിന്റെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് കമ്പഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര വോളിയം ഓക്സിജൻ വേണം? വിച്ച് ഈസ് 5/2 എന്നുള്ളതാണ് ആൻസർ. 5/2 ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓപ്ഷനിൽ 2.5 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 2.5. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ടും. ക്ലിയർ ആണല്ലോ? വളരെ നല്ലൊരു ചോദ്യമാണ്. നമുക്ക് ഓക്സി അസറ്റിൽ ഞാൻ തൊട്ടു മുമ്പിൽ ചോദിച്ച ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമായിരുന്നു. എന്നാൽ ഇതെന്ന് പറയുന്നത് കെമിക്കൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ആ മിക്സിങ്ങിന്റെ ഇക്വേഷൻ അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A refrigerating system of 1 TR capacity operates between the temperature range of 7 degrees Celsius and 47 degrees Celsius. The minimum amount of heat rejected to the surrounding will be. നമുക്ക് നല്ല ഒരു ചോദ്യമാണ്. R&AC അല്ലെങ്കിൽ പറയാം നമ്മുടെ തെർമോഡൈനാമിക്സ് എന്നുള്ള ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം പറയുമ്പം ചോദ്യം പറഞ്ഞിരിക്കുന്നത് റെഫ്രിജറേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പം അറിയേണ്ടത് എന്താണ് TR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, TR എന്ന് പറഞ്ഞാൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്നാണ്. ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുമ്പോൾ 1 TR എന്ന് പറയുന്നത് റെഫ്രിജറേഷന്റെ കപ്പാസിറ്റി ആണ്. ഇപ്പം നമ്മൾ റെഫ്രിജറേഷന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ടൺ ഓഫ് റെഫ്രിജറേഷൻ 1 TR എന്ന് പറഞ്ഞാൽ അതിനെ പവറിൽ പറയുമ്പം 3.5 കിലോ വാട്ട് എന്നാണ്.
1 TR എന്ന് പറഞ്ഞാൽ 3 പോയിന്റ്. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അറിയാവുന്നതാണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. 1 TR is equal to 3.5 കിലോവാട്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് 1 TR ആണ്, വിച്ച് ഈസ് 3.5 കിലോവാട്ട്. കൂടാതെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന റെഫ്രിജറേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ നമുക്കറിയാം, ഒരു സോഴ്സും ഒരു സിങ്കും വേണം. അങ്ങനെ ഞാൻ വരയ്ക്കുവാണെങ്കിൽ നമുക്കറിയാം ഒരു സോഴ്സും ഒരു സിങ്കും ക്ലിയർ ആയിട്ട് വരച്ച് കാണിച്ചു. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 7 ഡിഗ്രി ഉണ്ട്, 47 ഡിഗ്രി ഉണ്ട്. എപ്പോഴും ഒരു റെഫ്രിജറേറ്റർ ആണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അത് ലോ ടെമ്പറേച്ചറിൽ നിന്നും ഹീറ്റ് എടുത്ത് ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നു, പുറത്തുനിന്നും ഒരു വർക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അറിയേണ്ടത് എന്താണ് ഇവിടുത്തെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ആണെന്ന് അറിയാലേ. ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 7 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വിച്ച് ഈസ് 280 കെൽവിൻ എന്ന് വരും. ശരിയല്ലേ, 280 കെൽവിൻ. ഓക്കെ, കൂടാതെ പറഞ്ഞിരിക്കുന്നത് 280 കെൽവിനിൽ നിന്നും ഒരു ഹീറ്റ് എടുക്കുന്നു, അതിനെ ഞാൻ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് കൊടുത്തു, വർക്ക് ഇന്നുണ്ട് കൊടുത്തു. ദെൻ റിജക്ട് ചെയ്യുന്ന ഹീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഹൈ ടെമ്പറേച്ചറിലേക്കാണ് റെഫ്രിജറേറ്ററിൽ സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട് 47 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 47നെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ വിച്ച് ഈസ് 320 കെൽവിൻ എന്ന് വരും. ഇതാണ് അതിന്റെ ഡയഗ്രാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. പറഞ്ഞിരിക്കുന്നത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞുകൊണ്ട് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് 3.5 കിലോ വാട്ട് എന്ന് കിട്ടി. നമുക്കറിയേണ്ടത് ദ മിനിമം എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QR-ന്റെ വാല്യൂ എന്താണെന്ന്. ഓക്കെ, അപ്പൊ ചെയ്യുമ്പം നമുക്ക് ഇനി COP കണ്ടുപിടിക്കാം. COP എന്ന് പറഞ്ഞാൽ അറിയാം, റെഫ്രിജറേറ്ററിൽ പറയുമ്പോൾ COP എന്ന് പറഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ബൈ വർക്ക് ഇൻ ഓർ TH മൈനസ് TL എന്ന് എഴുതാം. ഓക്കെ, TL-ന്റെ വാല്യൂ ഇവിടെ നമുക്കറിയാം 280 ആണ്. 280 ബൈ TH ഈസ് 320. 320 മൈനസ് 280 എന്ന് വരും. ദാറ്റ് ഈസ് 280 ബൈ കിട്ടുന്നത് 40 എന്ന് കിട്ടും. ഓക്കെ, സ്വാഭാവികമായിട്ടും നമുക്ക് COP കിട്ടുന്നത് 7 എന്ന് കിട്ടും. ക്ലിയർ, 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ COP കിട്ടി. നമുക്ക് COP അല്ല വേണ്ടത്, നമുക്ക് QR ആണ്. ഇനി വീണ്ടും നമ്മൾ റിലേഷൻ നോക്കണം. COPയും QR തമ്മിലുള്ള റിലേഷനിൽ പോകുമ്പം നമുക്കറിയാം COP എന്ന് പറഞ്ഞ മറ്റൊരു ഇക്വേഷനിൽ പറയുകയാണ് COP is equal to പഠിച്ചിട്ടുണ്ട് Q അബ്സോർബ്ഡ് ബൈ W ഇൻ ആണ്, ഇൻ റെഫ്രിജറേറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് വർക്ക് ഇൻ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പം അബ്സോർബ് ഹീറ്റ് ഉണ്ട്, COP നമുക്ക് കിട്ടി. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും വർക്ക് ഇൻ കണ്ടുപിടിക്കാം. വർക്ക് ഇൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? QA ബൈ COP എന്ന് വരും. ക്ലിയർ, അപ്പം QA ബൈ Qയുടെ വാല്യൂ എത്രയായിരുന്നു? QAയുടെ വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു എത്രയായിരുന്നു? 3.5 ആണ്. ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ബൈ COP കിട്ടിയത് എത്രയാണ്? 7 ആണ്. 7ഉം 3.5ഉം കട്ട് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും, വിച്ച് ഈസ് 0.5 എന്ന് കിട്ടും കിലോ വാട്ട്. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ആൻസർ എത്തിയിട്ടില്ല. നമുക്ക് QR ആണോ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. നോക്കിയേ, നമുക്കറിയാം W ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? W ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QA മൈനസ് QR എന്ന് എഴുതാം. ശരിയല്ലേ? W എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് വരുന്ന വർക്ക് QA ഉണ്ട്, അവിടെ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ട്, QR ഉണ്ട്. അങ്ങനെയാണെങ്കിൽ QA മൈനസ് QR എന്ന് എഴുതാമല്ലോ. സോ ഇവിടുന്ന് QR ഇസ് ഈക്വൽ ടു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്നുമില്ല, QA മൈനസ് W എന്ന് ചെയ്യാം. QAയുടെ വാല്യൂ നമുക്കറിയാം എത്ര? 3.5 ആണ്. മൈനസ് W ഇൻ 0.5 ആണ്. സോ ആൻസർ ഈസ് 3 കിലോ വാട്ട്. ശരിയാണോ? 3 കിലോ വാട്ട്. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കുറച്ച് സമയമെടുക്കും. എങ്കിലും നമുക്ക് ഇക്വേഷൻസ് എളുപ്പം അറിയാവുന്നവർക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. ഇതും നമ്മൾ എല്ലാ എക്സാമിനും ന്യൂമറിക്കൽസും ഉണ്ടാവും, തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും. തിയറിയുടെ സമയം കുറയുന്നതനുസരിച്ച് ന്യൂമറിക്കൽ ചെയ്യാനുള്ള സമയം നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പം ഫണ്ടമെന്റൽ ഇക്വേഷൻ ഇപ്പോൾ പറയുവാണെങ്കിൽ ഇവിടെ COPയുടെ മെയിൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചർ ടൈമിൽ COPയുടെ ഹീറ്റിന്റെയും വർക്കിന്റെയും ടൈമിലുള്ള ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അവസാന ഭാഗം വരെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. QR അല്ലെങ്കിൽ റിജക്റ്റഡ് ഹീറ്റ് ഈസ് 3 കിലോ വാട്ട് എന്നുള്ളത്. ക്ലിയർ ആണ്? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ. 1 meter cube of a gas at 5 bar pressure is compressed at constant temperature to 0.5 meter cube. What is the final pressure? വീണ്ടും നമ്മൾ തെർമോഡൈനാമിക്സ് തന്നെയാണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തെർമോഡൈനാമിക്സിൽ മെയിനായിട്ട് 5 പ്രോസസ് പഠിക്കാനുണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ വിച്ച് ഈസ് ഐസോബാറിക്, കോൺസ്റ്റന്റ് വോളിയം വിച്ച് ഈസ് ഐസോകോറിക്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിച്ച് ഈസ് ഐസോതെർമൽ, ദെൻ അഡിയാബാറ്റിക് ആൻഡ് പോളിട്രോപിക് പ്രോസസ്. ഓക്കെ, ഇവിടെ പറയുമ്പം നമുക്കറിയാം കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഐസോതെർമൽ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to MRT ആണ്. M1 ആയിട്ട് എടുക്കുവാണെങ്കിൽ 6 കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പം PV is equal to കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും.
ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കറിയാം 1 മീറ്റർ ക്യൂബിലും അതുകൂട്ട് തന്നെ 5 ബാർ പ്രഷറിൽ വരുന്ന ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്ത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് കംപ്രസ് ചെയ്ത് 0.5 മീറ്റർ ക്യൂബിലും ഒരു പ്രഷറിലും എത്തിച്ചു. ഈ പ്രഷർ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം P1 V1 ഇസ് ഈക്വൽ ടു P2 V2 ആയിരിക്കുമല്ലോ, അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്നും കൂടി പോവുകയാണെങ്കിൽ നോക്കണം, P1 എന്ന് പറഞ്ഞാൽ 5 ആണ് തന്നിരിക്കുന്നത്, V1 തന്നിരിക്കുന്നത് 1 ആണ്, ഇസ് ഈക്വൽ ടു P2 അറിയില്ല ഇൻറ്റു V2വിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 0.5 ആണ്. ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, P2 കണ്ടുപിടിക്കണം. P2 ഇസ് ഈക്വൽ ടു ഈസി ആയിട്ട് കിട്ടും 5 ഇൻറ്റു 1/0.5 എന്ന് കിട്ടും. അല്ലെങ്കിൽ എഴുതാം 50/5 എന്ന് എഴുതാം, വിച്ച് ഈസ് 10 ബാർ. കറക്റ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കപ്പോഴും തെർമോഡൈനാമിക്സിൽ നിന്നും പ്രോസസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ പ്രോസസ്സിൽ നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 7. How does increasing the thermal conductivity of a fin material affects its overall heat transfer performance? ചോദ്യം ഫിന്നിന്റെ ചോദ്യമാണ്. ഫിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ളതാണ്, നമുക്ക് ഹീറ്റ് എക്സ്ചേഞ്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിൻ എന്ന് പറയുന്നത്. അപ്പം ഫിന്നിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും എന്തിനെ കുറിച്ചാണ് ചോദ്യം? തെർമൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കണ്ടക്ഷന്റെ ലോ എന്ന് പറയുന്നത് ഫൊറിയർ ലോ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആ ഫൊറിയർ ലോയ്ക്കകത്ത് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, Q is equal to -KA dt/dx. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ K എന്ന് പറയുന്നതാണ് നമ്മുടെ കണ്ടക്ടിവിറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൗ ഡസ് ഇൻക്രീസിങ് ദ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പം K ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിന് എന്ത് സംഭവിക്കും? ഇവിടെ K കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആരും കൂടും, ഹീറ്റ് ട്രാൻസ്ഫറും കൂടും. അതുകൊണ്ട് Q എപ്പോഴും എന്തുമായിരിക്കും? കൂടുകയായിരിക്കും ചെയ്യുന്നത്. അത് ഫിന്നാണെങ്കിലും ഏത് മെറ്റീരിയൽ എടുത്താലും കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുകയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കൂടും, കണ്ടക്ടിവിറ്റി കുറയുകയാണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും പെർഫോമൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇൻക്രീസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ 7ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈസി ആയിട്ട് കിട്ടുന്ന ഫൊറിയർ ലോയിൽ നിന്നുള്ളതാണ്. നമുക്കറിയാം കണ്ടക്ഷന്റെ ലോ ആണ് ഫൊറിയർ ലോ, കൺവെക്ഷന്റെ ലോ നമുക്കറിയാവുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. ഓക്കെ, റേഡിയേഷന് ഒരു ലോയിൽ നിൽക്കത്തില്ലെങ്കിലും പറയാം സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ ആണ് റേഡിയേഷന്റെ ലോ എന്ന് പറയുന്നത്. വേറെ ലോ ഉണ്ട്, വൈൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഉണ്ട്, ക്രിച്ചോഫ്സ് ലോ ഉണ്ട്, പല ലോ ഉണ്ട് അവിടെ. ഓക്കെ, അപ്പം ആൻസർ ഇപ്പം ഓപ്ഷൻ എ ആയിട്ടാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. A column with both ends pinned, which means hinged, has an effective length factor of. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന സബ്ജക്റ്റിൽ നിന്നാണ്. ഇത് ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യന്റെ ഏതെങ്കിലും ഒരു വിഭാഗം ചോദിച്ചിരിക്കും. കാരണം പറയാം, ഇതിനകത്ത് നമുക്ക് ഒരു കോളത്തിന്റെ കേസാണ്. കോളം എന്ന് പറഞ്ഞാൽ അറിയാം, കോളത്തെ നമുക്ക് 4 കേസാണ് കോളത്തിനുള്ളത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് എൻഡും ബോട്ടം എൻഡും രണ്ടും പിൻ ചെയ്തിരിക്കുന്നു, വിച്ച് മീൻസ് ഹിഞ്ച് ചെയ്തിരിക്കുവാണെങ്കിൽ ഇത് ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും ഡിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് അവിടുത്തെ ഒറിജിനൽ ലെങ്തിന് ഈക്വൽ ആയിരിക്കും, L ഈസ് ഈക്വൽ ടു L ആയിരിക്കും. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോളത്തിന്റെ ഒരെൻഡ് ഫിക്സഡും മറ്റേ എൻഡ് ഫ്രീയും. അപ്പോൾ അത് ഡിഫ്ലക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 2L ആയിരിക്കും. ദെൻ തേർഡ് കേസ് എന്ന് പറയുന്നത് കോളത്തിന്റെ രണ്ടെൻഡും ഈ കാണുന്ന കൂട്ട് രണ്ടെൻഡും ഫിക്സ്ഡ് ആക്കി വെക്കുന്നു, കോളത്തിന്റെ രണ്ടെൻഡും. ഓക്കെ, അപ്പോൾ ഡിഫ്ലക്ഷൻ ഇങ്ങനെ നടക്കും. ഓക്കെ, അപ്പോഴുള്ള എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ഓർത്തിരുന്നോളം L/2 ആയിരിക്കും. ദെൻ ഫോർത്ത് കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കോളത്തിന്റെ ഒരെൻഡ് പിൻഡും ഒരെൻഡ് ഫിക്സഡും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിന്റെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോഴുള്ള എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L/√2 ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു കേസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ 4 കേസിൽ ഇത് ഏതാണ് നമ്മുടെ ചോദ്യം? എ കോളം വിത്ത് ബോത്ത് എൻഡ്സ് പിൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കേസ്, രണ്ട് എൻഡും പിൻ ചെയ്യുന്ന കേസ് ഇതാണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഫാക്ടർ നോക്കണ്ട, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് L-ന് ഈക്വൽ ആയിരിക്കും. ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ വാല്യൂ ഓപ്ഷനിലുണ്ട്. 2L ഉണ്ട്, L/√2 വിച്ച് ഈസ് 0.7L ഉണ്ട്, 0.5L, L/2 എല്ലാ വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ചോദ്യം ഏത് ചോദിച്ചാലും നമുക്ക് പക്കയായിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഈ 4 കേസും നന്നായിട്ട് അറിയാമായിരിക്കണം. അപ്പം നമ്മുടെ രണ്ട് സൈഡും പിൻഡ് ആയതുകൊണ്ട് ആൻസർ ഈസ് L എന്ന് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9th question. If
transmissivity of a body is 0.25 and 35% of radiation falling on it is reflected back, then emissivity is. റേഡിയേഷന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഭാഗത്തുള്ള ചോദ്യമാണ്. നമുക്കറിയാം അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. റേഡിയേഷനകത്ത് ആൽഫ പ്ലസ് റോ പ്ലസ് ടോ ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ റേഡിയേഷന്റെ മെയിൻ ഇക്വേഷൻ ആണ്, ഫണ്ടമെന്റൽ ഇക്വേഷൻ ആണ്. ഈ ആൽഫ എന്ന് പറയുന്നത് അബ്സോർപ്റ്റിവിറ്റി ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന എമിസിവിറ്റി ആണ്. ആൽഫ അബ്സോർപ്റ്റിവിറ്റി എന്നും എമിസിവിറ്റി എപ്സിലോൺ എന്നും വിളിക്കാം. ഓക്കെ, ദെൻ റോ എന്ന് പറയുന്നത് ഇവിടുത്തെ റിഫ്ലക്റ്റിവിറ്റി ആണ്. ടോ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റിവിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞതനുസരിച്ച് ട്രാൻസ്മിറ്റിവിറ്റി പറഞ്ഞിട്ടുണ്ട് 0.25 വിച്ച് ഈസ് ടോ ഇസ് ഈക്വൽ ടു 0.25 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, കൂടാതെ 35% ഓഫ് റേഡിയേഷൻ ഫോളിംഗ് ഓൺ ഇറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് എന്ന് പറയുമ്പം റിഫ്ലക്ഷനെ കുറിച്ചാണ്. സോ റിഫ്ലക്റ്റിവിറ്റി കാണാൻ പറഞ്ഞ പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നതെങ്കിലും ആ പെർസെൻറ്റേജിനെ ബൈ 100 ചെയ്താൽ നമുക്ക് 0.35 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി ഇക്വേഷനകത്ത് നമുക്ക് എമിസിവിറ്റി കാണാൻ ഞാൻ പറഞ്ഞ അബ്സോർപ്റ്റിവിറ്റിയായിട്ട് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് അബ്സോർപ്റ്റിവിറ്റി ഓർ എമിസിവിറ്റി ഈസ് ഈക്വൽ ടു 1 മൈനസ് റോ മൈനസ് ടോ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ കൊടുക്കുകയാണെങ്കിൽ 1 മൈനസ് 0.35 ശരിയല്ലേ, 0.35 അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വേണേൽ ആഡ് ചെയ്യാം അല്ലേ, ഇവിടുന്ന് ആഡ് ചെയ്തിട്ട് കൊണ്ടുവന്ന് ചെയ്യാം. അപ്പം 0.35ഉം 0.25 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 മൈനസ് 0.6 എന്ന് കിട്ടും. ആൻസർ വരുന്നത് വിച്ച് ഈസ് 0.40 എന്ന് വരും. ശരിയാണ്, ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആണ്, ഇവിടെ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.35 മൈനസ് 0.25 ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് 0.6 കിട്ടും, വിച്ച് വിൽ ബി 0.40. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 10th question. Two spheres A and B of same material have radii 1 meter and 4 meter and temperature 4000 Kelvin and 2000 Kelvin respectively. Which one of the following statement is correct related to heat transfer by radiation from sphere A? അപ്പം ചോദ്യം പറയുന്നത് നല്ലൊരു ചോദ്യമാണ്, റേഡിയേഷൻ്റെ ചോദ്യം തന്നെയാണ്. അപ്പം പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്പിയേഴ്സ് ഉണ്ട്, എയും ബിയും. അത് രണ്ടിൻ്റെയും സെയിം മെറ്റീരിയൽ ആണ്. എന്നാൽ ഈ പറയുന്ന ബി എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സ്പിയർ ആണ്. കാരണം അതിൻ്റെ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് പറഞ്ഞിരിക്കുന്നത് 4 ആണ്, മറ്റേതിൻ്റെ 1 ആണ്. ക്ലിയർ ആണ്. അപ്പം ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നതിൻ്റെ ടെമ്പറേച്ചർ 4000 കെൽവിൻ ആണ്. ബി എന്ന് പറയുന്ന സ്പിയറിൻ്റെ ടെമ്പറേച്ചർ 2000 കെൽവിൻ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? താഴെ പറഞ്ഞ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് about heat transfer by radiation from sphere A? അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പം ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബി, ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി, ഈക്വൽ ടു ദാറ്റ് ഓഫ് ബി, ഈക്വൽ ടു ഡബിൾ ദാറ്റ് ഓഫ് സ്പിയർ ബി എന്നാണ്. അപ്പം നമുക്കറിയേണ്ടത് എയും ബിയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, എമിസീവ് പവർ ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു എമിസീവ് പവർ ഓഫ് ബി ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? നമുക്കറിയാം എമിസീവ് പവറിന്റെ ഇക്വേഷൻ ഇ ഇസ് ഈക്വൽ ടു സിഗ്മ എ ടി റേസ് ടു 4 എന്നാവുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതാം ഇ എ ബൈ ഇ ബി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സിഗ്മ എ റേസ് ടു ടി എ റേസ് ടു 4 ബൈ സിഗ്മ എ ബി ഇൻറ്റു ടി ബി റേസ് ടു 4. സിഗ്മ ക്യാൻസൽ ചെയ്യാം. വീണ്ടും നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, എ ആണ് ഒരു സ്പിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4πr² എന്നാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ കൊടുക്കുമ്പോൾ 4πr എ ആണ്. എ എന്ന് പറയുന്നതിൻ്റെ എത്രയാണ്? 1 ആണ്. സോ 1² ശരിയാണ്. 1² ഇൻറ്റു ടെമ്പറേച്ചർ ഈസ് 4000 കെൽവിൻ റേസ് ടു 4 ഡിവൈഡഡ് ബൈ, ക്ലിയർ ആണ്, ഡിവൈഡഡ് ബൈ ഇവിടെ നോക്കുമ്പോഴും അടുത്തതും എ ബി ആണ്. സോ 4πr വിച്ച് ഈസ് 4 ആണ്. അപ്പോൾ 4² ഇൻറ്റു 2000 റേസ് ടു 4 എന്ന് എഴുതാം. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ എ ബൈ ഇ ബി എന്ന് എടുക്കാൻ കാരണം ആ റിലേഷൻ ആണ് ചോദിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ 4π ക്യാൻസൽ ആവും. ദെൻ എഴുതുമ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ 1 ഇൻറ്റു 1 എന്നാണ്. ഓക്കെ, 1 ഇൻറ്റു 1 ഇൻറ്റു 4000 ഇൻറ്റു 4000 ഇൻറ്റു 4000 ഇൻറ്റു 4000 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 അല്ലേ, 4² അല്ലേ, ഇൻറ്റു 2000 ഇൻറ്റു 2000 ഇൻറ്റു 2000 ഇൻറ്റു 2000 എന്ന് വരും. സോൾവ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇവിടെ നോക്കുമ്പം എല്ലാത്തിൻ്റെയും 0 സമി ക്യാൻസൽ ആയിക്കോളും അല്ലേ. പിന്നെയുള്ളത് എടുത്തെഴുതുകയാണെങ്കിൽ 1 ഇൻറ്റു 1 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2.
ഓക്കെ, 4ഉം 4ഉം ക്യാൻസൽ, 4ഉം 4ഉം ക്യാൻസൽ. പിന്നെയുള്ളത് 2ഉം 4ഉം ക്യാൻസൽ, ഇവിടെ 2 വരും, ആ 2 ഈ 2 കൂടെ പോയി. ദെൻ 2ഉം 4 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും, ആ 2ഉം 2ഉം കൂടെ. ആൻസർ എന്ത് വരും? 1 എന്ന് വരും. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്തുവാ? ഇ എ ഇസ് ഈക്വൽ ടു ഇ ബി എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ റേഡിയേഷൻ ഫ്രം സ്ഫിയർ എ ഇസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് സ്ഫിയർ ബി. കറക്റ്റ് ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ. അത് ഈ നമുക്ക് MC പവറിന്റെ ഇക്വേഷൻ അറിയാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാം. ന്യൂമറിക്കൽസ് റേസ് ടു 4 ഒക്കെ വരുന്നതിനെ റേസ് ടു 4 വെച്ചോണ്ടിരിക്കാതെ അതിനെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ ശ്രമിക്കുക. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 11. A smaller sphere 1 of radii 50 millimeter is inside a large sphere of 2 of radius 100 millimeter. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ സ്പിയർ ഉണ്ട്, അത് ഒരു വലിയ സ്പിയറിനുള്ളിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ആ ചെറിയ സ്പിയറിനെ നമ്മൾ വിളിക്കുന്നത് 1 എന്നാണ്, വലിയ സ്പിയറിനെ 2 എന്ന് വിളിക്കുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നു വലിയ സ്പിയറിന്റെ റേഡിയസ് 50 മില്ലിമീറ്ററും അതുകൂട്ട് തന്നെ ചെറിയ സ്പിയറിന്റെ റേഡിയസ് 50 മില്ലിമീറ്ററും വലുതിൻ്റെത് 100 മില്ലിമീറ്ററും ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് റേഡിയേഷൻ ഷേപ്പ് ഫാക്ടർ F22. നല്ലൊരു ചോദ്യമാണ്. കാരണം റേഡിയേഷൻ, ഈ ട്രാൻസ്ഫർ റേഡിയേഷന്റെ ഷേപ്പ് ഫാക്ടർ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം, നോക്കണം. ഇത് ഈ ബോഡിയിൽ നിന്ന് നമുക്കറിയാം റേഡിയേഷൻ പുറത്തേക്കേ പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ഷേപ്പ് ഫാക്ടർ എഴുതുവാണെങ്കിൽ F11 പ്ലസ് F12 എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത് 2ൽ വന്ന് ഇരിക്കുന്നത് അല്ലേ, ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ F1ന്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം എന്തുവാ? 1 എന്ന് പറയുന്ന ഈ സർഫസ് അല്ലെ, ഈ സ്പിയറിന് തിരിച്ചകത്തേക്ക് റേഡിയേഷൻ കൊടുക്കാനുള്ള കഴിവില്ല, പുറത്തേക്ക് മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടും F12 ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ക്ലിയർ? അടുത്ത് നമുക്കറിയാം റെസിപ്രോസിറ്റി തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. A1 F12 ഇസ് ഈക്വൽ ടു A2 F21 എന്നാവുന്നു. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് F12 ഓൾറെഡി കിട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് F21 എന്ന് കണ്ടുപിടിച്ചു. F21 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന സർഫസിൽ നിന്നും അകത്തേക്ക് പോകുന്നതാണ് F21. ശരിയാണ്. കൂടാതെ 2 എന്ന് പറയുന്ന സർഫസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 2 എന്ന് പറഞ്ഞ സർഫസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് അകത്തേക്കും വിടുന്നു, ഈ റേഡിയേഷൻ പോകുന്നുണ്ട്, അതുകൂട്ട് തന്നെ അതിൽ തന്നെ സെൽഫായിട്ടുള്ള റേഡിയേഷനും ഉണ്ട്. അത് നമുക്ക് പറയാം. നിൽക്കട്ടെ, F21 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒന്നുമില്ല, A1/A2 ഇൻറ്റു F12 എന്ന് എഴുതാം. ഓക്കെ, ഇനി A1 മുമ്പേ പറഞ്ഞ സ്പിയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. സോ 4πr1² ബൈ 4πr2² ഇൻറ്റു F12 എന്ന് വരും. ചെയ്യുമ്പോൾ 4π ക്യാൻസൽ, R1² എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? സ്മോളറിന്റെ റേഡിയസ് വിച്ച് ഈസ് 50², ദാറ്റ് ഈസ് 50 ഇൻറ്റു 50 ബൈ താഴെ R2² വിച്ച് ഈസ് 100 ഇൻറ്റു 100. ശരിയാണ്, ഇൻറ്റു F12 എന്ന് വരും. ശരിയാണ്. അപ്പം 50² ബൈ ചെയ്യുമ്പം ഇവിടെ ചെയ്യുമ്പം 50 15 2 ദെൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് 1/4 ഇൻറ്റു 1 എന്ന് വരും. കാരണം F12 എത്ര? 1 അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് 1/4. എന്താണ് ഈ കിട്ടിയിരിക്കുന്നത്? F21ന്റെ വാല്യൂ ആണ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് റേഡിയസ് ഷേപ്പ് F22 കാണാനാണ്. അപ്പോൾ 2 എന്ന് പറയുന്ന സർഫസിനെ കുറിച്ച് ഇതാണ് 2 കേട്ടോ. 2 എന്ന് പറയുന്ന സർഫസിനെ കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ F21 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ സർഫസിന് 1നെ കാണാൻ പ്ലസ് F22 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞ സർഫസിനെ സെൽഫായിട്ട് കാണാൻ ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. മുമ്പേ ഞാൻ എഴുതിയപ്പോൾ ഇക്വേഷനകത്ത് 1നെ കുറിച്ച് എഴുതിയപ്പോൾ ഞാൻ ഇത് 0 ആക്കി കളഞ്ഞു. എന്നാൽ ഇവിടെ അത് പറ്റില്ല. കാരണം 2വിന് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങോട്ട് റേഡിയേഷൻ വന്ന് ഇവിടെ ഇടിപ്പിക്കാം. അപ്പോൾ സെൽഫായിട്ടുള്ളതുണ്ട്. അങ്ങനെയെങ്കിൽ അത് കാണാനാണ് ചോദ്യം. അപ്പം F22 കാണാൻ എന്ത് ചെയ്യണം? F22 ഇസ് ഈക്വൽ ടു 1 മൈനസ് F21 എഴുതാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് F21ന്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 1/4 ആണ്. ദാറ്റ് ഈസ് എത്ര വരും? 4 മൈനസ് 1/4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന ആൻസർ കിട്ടും, വിച്ച് ഈസ് ഓപ്ഷൻ എ. നല്ലൊരു ചോദ്യം. 3/4 എന്നുള്ള ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ഷേപ്പ് ഫാക്ടർ പഠിക്കണം. അത് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. അത് ഇന്ന എക്സാം ഒന്നുമില്ല, ഏതിനു വേണമെങ്കിൽ മെക്കാനിക്കലിന്റെ ബേസ് വരുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഷേപ്പ് ഫാക്ടർ ചോദിക്കാം. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 12th ക്വസ്റ്റ്യൻ. പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എൻജിൻ സിലിണ്ടർ ഈസ് കോൾഡ്. IC എൻജിൻ എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം, നമുക്കൊരു എൻജിൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതിന് മുകളിൽ വാൽവൊക്കെ ഉണ്ട്, പിസ്റ്റൺ ഉണ്ട്, താഴേക്ക് കണക്ടിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ് ഒക്കെ ഉള്ളതാണ് എൻജിൻ. ഓക്കെ, ഈ എൻജിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻജിനകത്ത് ആദ്യം ഉണ്ടാകുന്ന സിലിണ്ടറിനുള്ളിൽ ആദ്യം ഉണ്ടാവുന്ന പവറിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിക്കേറ്റഡ് പവർ.
ഈ പവർ നമ്മുടെ മെക്കാനിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പോണൻസ് ആയ കണക്ടിങ് റോഡിലൂടെയും ക്രാങ്ക് ഷാഫ്റ്റിലൂടെയും മൂവ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് താഴെ എത്തുന്നു. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ മെക്കാനിക്കൽ കമ്പോണൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റും? ഫ്രിക്ഷന്റെ എഫക്റ്റ് കാരണം കുറച്ച് പവർ ലോസ് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ പവർ. അങ്ങനെ ഇൻഡിക്കേറ്റർ പവറിൽ നിന്നും ഫ്രിക്ഷൻ കാരണം പവർ കുറച്ചതിന് ശേഷം ബാക്കിയുള്ള പവറാണ് നമുക്ക് എഫക്റ്റീവായിട്ട് താഴെ കിട്ടുന്നത്. ആ പവറിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് പവർ. ഇതാണ് 3 പവർ. ഓക്കെ, ചോദ്യം ചോദിച്ചിരിക്കുന്നത് പവർ ഡെവലപ്ഡ് ഇൻസൈഡ് ദ എഞ്ചിൻ സിലിണ്ടർ എന്നാണ്. സിലിണ്ടറിനകത്ത് ഉണ്ടാകുന്ന പവർ, സിംപ്ലി ദ ആൻസർ ഈസ് ഇൻഡിക്കേറ്റഡ് പവർ, ഓപ്ഷൻ എ ആണ്. കൂടാതെ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ പവറിന്റെയും ബ്രേക്ക് പവറിന്റെയും സം ആയിരിക്കുമെന്നും മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും ആൻസർ. ഓക്കെ ആണ്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ പവർ ഏതായിരിക്കും? ഇൻഡിക്കേറ്റർ പവർ ആയിരിക്കും. ഇൻഡിക്കേറ്റർ പവർ ആയിരിക്കും ഹൈ വാല്യൂ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ ആണ്. A 4-cylinder SI engine has swept volume 450 cc and compression ratio is 8. The clearance volume of each cylinder is equal to. അറിഞ്ഞിരിക്കണം, നമുക്കറിയാവുന്ന കാര്യമാണ്. കംപ്രഷൻ റേഷ്യോ RK എന്നാണ് പറയുന്നത്. RK എന്ന് പറയുന്നത് ഒരു IC എഞ്ചിനെ സംബന്ധിച്ച് RK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്വെപ്റ്റ് വോളിയത്തിനോടൊപ്പം ക്ലിയറൻസ് വോളിയം കൂട്ടിയിട്ട് ബൈ ക്ലിയറൻസ് വോളിയം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒന്നുകൂടി എഴുതുവാണെങ്കിൽ 1 + VS / VC എന്നോ VS + VC + 1 എന്ന് എഴുതാം. VS / VC + 1 എന്നോ എഴുതാം. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് 4-stroke SI engine has സ്വെപ്റ്റ് വോളിയം പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 450 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 1 + 450 / VC എന്ന് എഴുതാം. ഓക്കെ, RKയുടെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. RK is 8. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എഴുതാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 450 / VC is equal to 8 - 1 which is 7. ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുന്ന് VC കാണാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് VC is equal to 450 / 7 എന്ന് എഴുതാം. 450 / 7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 65 cc എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? 65 കറക്റ്റ് 65 cc എന്ന ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും ഡ്യുവൽ സൈക്കിളും ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ഇത് സിമ്പിളായിട്ട് IC എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോക്കുള്ള ഇക്വേഷനിൽ നിന്ന് മാത്രം സ്വെപ്റ്റ് വോളിയം ക്ലിയർ അതറിയാം. ഒരു എഞ്ചിൻ സിലിണ്ടർ ഉണ്ടെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ ഇതിലൂടെയാണ് നമ്മുടെ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. പിസ്റ്റൺ മൂവ് ചെയ്യുന്ന വോളിയത്തെയാണ് നമ്മൾ സ്വെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്ന് പറയും. ഇതിന് മുകളിലുള്ള വോളിയത്തെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിനെ ബേസിലുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകട്ടെ. 14th ക്വസ്റ്റ്യൻ. ഒക്ടൈൻ നമ്പർ ഓഫ് ഗ്യാസോലിൻ ഈസ് മെഷർ ഓഫ് ഇറ്റ്സ്. ഒക്ടൈൻ നമ്പർ അല്ലേ? നമുക്കറിയാം 2 നമ്പർ ഉണ്ട്, ഒക്ടൈൻ നമ്പരും സീറ്റൈൻ നമ്പരും. ഓക്കെ, അപ്പം ഒക്ടൈൻ നമ്പർ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിന്റെ റേറ്റിംഗിനെ വിളിക്കുന്ന പേരാണ് ഒക്ടൈൻ റേറ്റിംഗ് ഓർ ഒക്ടൈൻ നമ്പറിനെ ബേസ് ചെയ്താണ് ഈ ഒക്ടൈൻ റേറ്റിംഗ് നടത്തുന്നത്. എന്നാൽ സീറ്റൈൻ നമ്പർ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിന്റെ റേറ്റിംഗ് ആണ്. ഡീസൽ എഞ്ചിന്റെ റേറ്റിംഗിനെയാണ് നമ്മൾ സീറ്റൈൻ റേറ്റിംഗ് ഓർ സീറ്റൈൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിന്റെ നോക്കിംഗ് ടെൻഡൻസി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പം നോക്കിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത് കുറവാണെങ്കിൽ ആ എഞ്ചിന്റെ ഇപ്പം ഗ്യാസോലിൻ ഒരു പെട്രോൾ എഞ്ചിൻ പറയുകയാണെങ്കിൽ അവിടുത്തെ ഒക്ടൈൻ നമ്പർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. നോക്കിംഗ് ടെൻഡൻസി കുറവ്, ഒക്ടൈൻ നമ്പർ കൂടുതലാണെങ്കിൽ നോക്കിംഗ് ടെൻഡൻസി കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പം എന്താണ് സീറ്റൈൻ നമ്പറും എന്താണ് ഒക്ടൈൻ നമ്പർ എന്ന് അറിഞ്ഞിരിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാം. തിയറി പാർട്ടാണ്, IC എഞ്ചിൻ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. 15th ക്വസ്റ്റ്യൻ. ഫോർ ആൻ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിളിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കംപ്രഷൻ റേഷ്യോ ഈസ് മോർ ദാൻ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പം റേഷ്യോസ് ആണ് ഫുള്ള് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ. അപ്പം ഒരു ഡീസൽ സൈക്കിൾ ഒരു ഡ്യുവൽ സൈക്കിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് റേഷ്യോസ് 3 ഉണ്ട്. ഒന്ന് RK, ഒന്ന് RE, ഒന്ന് RC. RK എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ, RE എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ റേഷ്യോ, RC എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് റേഷ്യോ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് RK എന്ന് പറയുന്നത് RE × RC ആയിരിക്കും. ഇത് ഇക്വേഷൻ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ഓട്ടോ സൈക്കിളിനെ കുറിച്ചാണ്. നമുക്കറിയാം ഒരു ഓട്ടോ സൈക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ് ഒരു ഓട്ടോ സൈക്കിൾ ഇരിക്കുന്നത് അല്ലേ? കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള സൈക്കിളാണ്. 1, 2, 3, 4 വിച്ച് ഇസ് PV ഡയഗ്രാം ഓഫ് ഓട്ടോ സൈക്കിൾ. ഓക്കെ, ഓട്ടോ സൈക്കിൾ നമ്മൾ പറയുവാണെങ്കിൽ RK എന്ന് പറഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ V1/V2 ആണ്. V1/V2 ക്ലിയർ. ഓക്കെ, എന്നാൽ ഇവിടെ കാണാൻ പറ്റും എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു സിമ്പിളായിട്ട് ഒരു
ഡ്യുവൽ സൈക്കിൾ വരച്ച് കാണിക്കണം ഇങ്ങനെ ഇരിക്കും. ഓക്കെ, 1 2 3 4 5. അവിടെ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നത് V5/V4 ആണ്. കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത് V4/V3 ആണ്. ഈ പറയുന്ന കട്ട് ഓഫ് റേഷ്യോ നമ്മുടെ ഓട്ടോ സൈക്കിളിൽ ഇല്ല. കാരണം ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഓക്കെ, എന്നാൽ ഈ പറഞ്ഞ ഡീസലിലും ഡ്യുവൽ സൈക്കിളിലും ഡീസലിൽ പ്രത്യേകിച്ച് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിലാണ്. അങ്ങനെ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ്. അപ്പം കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ എവിടെയില്ല, ഓട്ടോ സൈക്കിളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഇക്വേഷനകത്ത് RK is equal to കട്ട് ഓഫ് റേഷ്യോ ഇല്ലാത്തതുകൊണ്ട് RK is equal to RE എന്ന് എവിടെ പറയാം, ഓട്ടോ സൈക്കിളിൽ പറയാം. RK is equal to കംപ്രഷൻ റേഷ്യോ is equal to എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയാം. അതുകൊണ്ട് ഫോർ ആൻ ഓട്ടോ സൈക്കിൾ ഓപ്ഷൻ നോക്കണം. കംപ്രഷൻ റേഷ്യോ മോർ ദാൻ അല്ല, എക്സ്പാൻഷൻ റേഷ്യോ മോർ ദാൻ അല്ല, കംപ്രഷൻ റേഷ്യോ is equal to എക്സ്പാൻഷൻ റേഷ്യോ. ക്ലിയർ ആണ്? കാരണം കട്ട് ഓഫ് റേഷ്യോ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഓട്ടോ സൈക്കിളിൽ ഇല്ല. അത് എവിടെയുണ്ട്, ഡീസൽ സൈക്കിളിലും ഡ്യുവൽ സൈക്കിളിലും ഉണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 16th question. സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഡീസൽ ആസ് കമ്പയർഡ് ടു പെട്രോൾ. അറിഞ്ഞിരിക്കണം സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. അത് പെട്രോളിന്റെ കേസിൽ, പെട്രോൾ എഞ്ചിന്റെ കേസിൽ ഈ പറയുന്ന സെൽഫ് ഇഗ്നീഷൻ അല്ലെങ്കിൽ പെട്രോൾ ഫ്യൂവലിന്റെ കേസിൽ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 280 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, എന്നാൽ ഡീസൽ ഫ്യൂവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 210 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വാഭാവികമായിട്ടും കാണുമ്പോഴേ അറിയാം പെട്രോൾ എഞ്ചിന്റെ ആണ് അല്ലെങ്കിൽ പെട്രോളിന്റെ ആണ് ഈ പറയുന്ന സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ കൂടുതൽ. അതുകൊണ്ട് ആസ് കമ്പയർഡ് ടു പെട്രോൾ ഡീസൽ ഹാവ് ലോവർ സെൽഫ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ. അപ്പം ആൻസർ വരുന്നത് ലോവർ, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്? വാല്യൂസ് അറിഞ്ഞിരിക്കണം, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കരുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17. പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇൻ എ റെഫ്രിജറന്റ് അഫക്ട്സ് വർക്കിംഗ് ഓഫ്. നമ്മുടെ റെഫ്രിജറേഷൻ ആണ്, എയർ കണ്ടീഷനിങ് എന്നുള്ള സബ്ജക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മോയ്സ്ചറിന്റെ പ്രസൻസ് നമ്മുടെ റെഫ്രിജറന്റ് അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സൈക്കിളിലെ എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്, റെഫ്രിജറന്റിലെ എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നതാണ് ചോദ്യം. അപ്പം നമ്മൾ നമുക്കറിയാം വേപ്പർ കംപ്രഷൻ സൈക്കിൾ ബേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം താഴെ ഒരു ഇവാപ്പറേറ്റർ ഉണ്ട്, റൈറ്റ്, ഒരു ഇവാപ്പറേറ്റർ ഉണ്ട്. ദെൻ റൈറ്റ് സൈഡിലായിട്ട് ഒരു കംപ്രസർ ഉണ്ട്. ദെൻ ടോപ്പിലായിട്ട് ഒരു കണ്ടൻസർ ഉണ്ട്, റൈറ്റ്. ദെൻ ഇപ്പുറത്തായിട്ട് ഒരു എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാപ്പിലറി ട്യൂബ് ഉണ്ട്. ഇതാണ് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ശരിക്കും മോയ്സ്ചർ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ പറയുന്ന ക്യാപ്പിലറി ട്യൂബ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ വാൽവിലാണ്. എക്സ്പാൻഷൻ വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കുറയ്ക്കുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യുന്ന ഡിവൈസ് ആണ്. ഒരു ഫ്ലൂയിഡിന്റെ പ്രഷർ കുറയുകയും ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്ന ഡിവൈസ് ആണ് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. അപ്പം അവിടെ മോയ്സ്ചറിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ, മോയ്സ്ചർ ഈ പറയുന്ന എക്സ്പാൻഷൻ വാൽവിലോ ക്യാപ്പിലറി ട്യൂബിലോ ഉണ്ടെങ്കിൽ അവിടെ ഐസ് ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഐസ് ഫോർമേഷൻ ഉണ്ടായാൽ അതുവഴിയുള്ള ഫ്ലോ റേറ്റ് കുറയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ റെഫ്രിജറേഷനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് മോയ്സ്ചറിന്റെ പ്രസൻസ് റെഫ്രിജറന്റിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റും വിച്ച് ഈസ് ഇൻ എക്സ്പാൻഷൻ വാൽവ് ഓർ ക്യാപ്പിലറി ട്യൂബ്. എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ് എക്സ്പ്ലെയിൻ പറഞ്ഞത്. ഓക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 18th question. In an ideal vapor absorption system, the absorber pressure is equal to the pressure of. ചോദിച്ചിരിക്കുന്നത് വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ഞാൻ മുമ്പേ പറഞ്ഞത് വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. ഈ ചോദ്യം വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പം ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുമ്പം കാണിക്കുകയാണെങ്കിൽ താഴെയായിട്ട് ഈ പറയുന്ന ഒരു ഇവാപ്പറേറ്റർ ഉണ്ട്, അതുകൂട്ട് തന്നെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു അബ്സോർബർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒന്നും മുമ്പേ പറഞ്ഞിട്ട് ഇപ്പുറത്തൊരു കംപ്രസറോ പമ്പോ വെക്കാം. ഓക്കെ, ദെൻ ഏറ്റവും മുകളിലായിട്ട് മുമ്പേ പറഞ്ഞ നമ്മളൊരു കണ്ടൻസർ ഇവിടെ ഉണ്ടല്ലേ, കണ്ടൻസർ ഇവിടെ ഉണ്ടായിരിക്കണം. ദെൻ ഇപ്പുറത്തായിട്ട് ഒരു ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിൽ മുമ്പത്തെ കൂട്ട് തന്നെ എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബ്. ഇതാണ് ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിലെ ദ അബ്സോർബർ പ്രഷർ, ഇതിനകത്ത് നമ്മൾ ഇതിനിങ്ങനെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഇത് ഹൈ പ്രഷറും ഇത് ലോ പ്രഷർ റീജിയൻ ആണ്. ഓക്കെ, ഇവിടുത്തെ ലോ പ്രഷർ റീജിയനിൽ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഇവാപ്പറേറ്ററും അബ്സോർബറും ആണ്. അപ്പൊ ചോദ്യം പറഞ്ഞിരിക്കുന്നത് അബ്സോർബർ പ്രഷർ, അപ്പം അതേതാ ലോ പ്രഷർ ഈസ് ഈക്വൽ ടു ദ പ്രഷർ ഓഫ് ഏതായിരിക്കും, ഇവാപ്പറേറ്റർ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്.
കറക്റ്റ് ആണ്. ഇനിയും ചോദിച്ചിരിക്കുന്നത് ഹൈ പ്രഷറിലെ കാര്യമാണ്. ഹൈ പ്രഷർ ഏതൊക്കെയുണ്ട്? അവിടെ ഹൈ പ്രഷർ ഉള്ളത് കണ്ടൻസറും ഉണ്ട്, അതുകൊണ്ട് തന്നെ ജനറേറ്ററും ഉണ്ട്. ഇത് ചോദിച്ചാൽ നമുക്ക് ആൻസർ എഴുതാൻ പറ്റണം. ക്ലിയർ ആണ്. സോ ഓപ്ഷൻ സി ഇവാപ്പറേറ്റർ ആണ് അബ്സോർബർ പ്രഷറിന് ഈക്വൽ ആയിട്ട് അവിടെ ഉള്ളത്. ക്ലിയർ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. 19th question. If COP of vapor compression system is 4, the heat rejection ratio of its condenser will be. പറഞ്ഞിരിക്കുന്നത് COP വേപ്പർ കംപ്രഷന്റെ COP പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? COP is equal to 4 എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ചോദിച്ചിരിക്കുന്നത് അതിന്റെ കണ്ടൻസർ, ദ ഹീറ്റ് റിജക്ഷൻ റേഷ്യോ ഓഫ് കണ്ടൻസർ. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് റിജക്ഷൻ റേഷ്യോ ആണ്. ശരിക്കും പറഞ്ഞാൽ ഹീറ്റ് റിജക്ഷൻ റേഷ്യോയുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. 1+1/COP എന്നാണ് ആ ഇക്വേഷൻ കേട്ടോ. ഇതെങ്ങനെ കിട്ടുന്നു? ദാറ്റ് ഈസ് ഹീറ്റ് റിജക്ഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QC/QE എന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ടൻസർ ഹീറ്റ് ബൈ ഇവാപ്പറേറ്റർ ഹീറ്റ്. ഒന്നുകൂടെ എഴുതുവാണെങ്കിൽ QCയെ മാറ്റി എഴുതുവാണെങ്കിൽ QE പ്ലസ് ഇൻപുട്ട് വർക്ക് ഡിവൈഡഡ് ബൈ QE എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ 1+ QQE പോയിട്ട് 1+W in by QE എന്ന് കിട്ടും. ഓക്കെ, ഇത് കാണുമ്പോഴേ അറിയാം ഹീറ്റ് ഇവാപ്പറേറ്റർ ബൈ വർക്കാണ്. അതെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? COP ആണ്. പക്ഷേ ഇവിടെ W in by QE ആയതുകൊണ്ട് 1+1/COP എന്ന് എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വന്നത്. ക്ലിയർ. ഇനി നമുക്ക് ആൻസറിലേക്ക് പോവാം. അങ്ങനെയെങ്കിൽ ഹീറ്റ് റിജക്ഷൻ റേറ്റ് ആണ് ചോദിച്ചത്. ദാറ്റ് ഈസ് 1+1/COP എന്നാണ്. COP ഈസ് 4 ആണ്. സോ ആൻസർ വരുന്നത് 5/4 എന്ന് വരും. ശരിയാണോ? 5/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.25. ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ ആൻസർ? അപ്പോൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഹീറ്റ് റിജക്ഷൻ റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത്? ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20th question. A heat pump working on a reversed Carnot cycle has a COP of 5. പറഞ്ഞിരിക്കുന്നത് COP of heat pump പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5. ഓക്കെ, ഇഫ് ഇറ്റ് വർക്ക്സ് ആസ് എ റെഫ്രിജറേറ്റർ, ഇതൊരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുവാണെങ്കിൽ ആൻഡ് കൺസ്യൂംസ് 2 kilowatt പവർ എന്നാണ് പറയുന്നത്. ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ റെഫ്രിജറേറ്റർ വിൽ ബി. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത് ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിലുള്ള റേഷ്യോ. COP ഓഫ് ഹീറ്റ് പമ്പ് എന്ന് പറയുന്നത് 5 ആണെങ്കിൽ COP ഓഫ് റെഫ്രിജറേറ്റർ കാണാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? COP ഓഫ് HP -1 ആയിരിക്കും. ദാറ്റ് ഈസ് 5 - 1 എന്ന് കിട്ടും, വിച്ച് ഈസ് 4 ആണ്. അപ്പം റെഫ്രിജറേറ്ററിന്റെ COP വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് വർക്ക്സ് ആസ് എ റെഫ്രിജറേറ്റർ ആൻഡ് കൺസ്യൂംസ് 2 kilowatt പവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കൺസ്യൂം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാണ്? ദ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ റെഫ്രിജറേറ്റർ ആണ്. നമ്മൾ ഒരു COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം, എഴുതുമ്പം Q അബ്സോർബ്ഡ് ബൈ എന്താണ്? വർക്ക് ഇൻപുട്ട് ആണ്. ശരിയാണ്. ഇവിടെ നോക്കുമ്പം നമുക്ക് QA ആണ് കാണേണ്ടത്. സോ QA is equal to എങ്ങനെ എഴുതാം? QA is equal to COP ഓഫ് റെഫ്രിജറേറ്റർ ഇൻറ്റു W ഇൻ എന്ന് എഴുതാം. ഇവിടെ W ഇന്നിന്റെ വാല്യൂ ആണ് എത്ര? 2 kilowatt തന്നിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ COP ഓഫ് റെഫ്രിജറേറ്റർ 4 × 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. 8 kilowatt. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? സിമ്പിൾ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. റെഫ്രിജറേറ്ററിന്റെയും ഹീറ്റ് പമ്പിന്റെയും COPs തമ്മിലുള്ള റിലേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ആ റിലേഷനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് 8 kilowatt എന്നുള്ളതാണ് ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 21st question. A refrigeration cycle operates between condenser temperature of 27 degrees Celsius, evaporator temperature of -23 degrees Celsius. The Carnot efficiency of cycle will be. ശ്രദ്ധിക്കണം, റെഫ്രിജറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഇവിടുന്ന് ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -23 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിലാക്കുമ്പോൾ വിച്ച് ഈസ് 250 Kelvin എന്ന് എഴുതാം. ഓക്കെ, കൂടാതെ റെഫ്രിജറേഷൻ ആയതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിന്റെ കാര്യം പറയുമ്പോൾ TH is equal to 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 27 കൊടുക്കുമ്പോൾ 300 Kelvin എന്ന് എഴുതാം. പറഞ്ഞിരിക്കുന്നത് കാർനോട്ട് എഫിഷ്യൻസി ആണ്. കാർനോട്ട് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ റെഫ്രിജറേഷന്റെ കേസിൽ വരുമ്പോൾ കാർനോട്ട് എഫിഷ്യൻസിയെ വിളിക്കുന്ന പേരാണ് COP ഓഫ് റെഫ്രിജറേറ്റർ. വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. ടെമ്പറേച്ചർ നമ്മൾ എഴുതുവാണെങ്കിൽ എന്ത് വരും? TL/TH - TL എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയെങ്കിൽ TLന്റെ വാല്യൂ 250/THന്റെ വാല്യൂ 300 - 250 എന്ന് വരും, വിച്ച് ഈസ് 250/50 എന്ന് വരും. സ്വാഭാവികമായിട്ടും ആൻസർ വരുന്നത് കട്ട് ചെയ്യുമ്പോൾ 6 എന്ന് വരും. ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. COP കാണാനാണ്. ഈ കാർനോട്ട് എഫിഷ്യൻസി കേട്ട് ഞെട്ടുകയും ചെയ്യരുത്. കാർനോട്ട് എഫിഷ്യൻസി ആണ് റെഫ്രിജറേറ്ററിന്റെ കേസിൽ വിളിക്കുന്ന പേരാണ് COP.
ഹീറ്റ് പമ്പിന്റെ കേസിലും COP, ഹീറ്റ് എഞ്ചിന്റെ കേസിൽ എഫിഷ്യൻസി. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. 22nd question. In an isochoric process is isochoric. What is the relationship between heat transfer and change in internal energy? ഒന്നുമില്ല, by first law of thermodynamics Q is equal to delta U plus W എന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയണത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രോസസ് ഐസോകോറിക് ആണെങ്കിൽ, ഞാൻ മുൻപേ പറഞ്ഞിരുന്നു നമുക്ക് 5 പ്രോസസ് ഉണ്ട്. അത് ഒന്ന് കോൺസ്റ്റന്റ് വോളിയം, അതിനെ വിളിക്കുന്ന പേരാണ് ഐസോകോറിക് പ്രോസസ്. 2 കോൺസ്റ്റന്റ് പ്രഷർ, അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബാറിക് പ്രോസസ്. 3 കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അതിനെ വിളിക്കുന്ന പേരാണ് ഐസോതെർമൽ. ഒരു ഐസോകോറിക് പ്രോസസ്സിൽ എപ്പോഴും വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് മനസ്സിലാക്കണം. ഐസോകോറിക് പ്രോസസ്സിൽ വർക്ക് കോൺസ്റ്റന്റ് വോളിയത്തിൽ വർക്ക് 0 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷൻ കൺഫേം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ Q is equal to delta U plus W, Q is equal to delta U, ഓപ്ഷൻ D ആൻസർ ആയിട്ട് വരും. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പ്രോസസ്സുകൾ അറിയാതെ ചെയ്യാൻ പറ്റില്ല. വർക്ക് 0 വരുന്ന പ്രോസസ്സ് എപ്പോഴും കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആയിരിക്കും. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനോട്ട് പോകട്ടെ. 23rd question. An oil of specific gravity 0.7 is stored in a closed tank. ഒരു ടാങ്കിൽ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ് ടു എ ഹൈറ്റ് 2 മീറ്റർ ഹൈറ്റിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വാട്ട് വിൽ ബി ദ ഗേജ് പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടാങ്ക്? ഈ ടാങ്കിന്റെ ബോട്ടത്തിൽ അനുഭവപ്പെടുന്ന ഗേജ് പ്രഷർ എന്താണ്? ഒന്നുമില്ല, പ്രഷർ P is equal to ρgh എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ഓയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് തന്നിരിക്കുന്നത് അല്ലെ? എത്ര? 0.7. ഡെൻസിറ്റി തന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഓയിലിന്റെ ഡെൻസിറ്റി ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓയിലിന്റെ ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഓയിൽ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഒറ്റയടി ചെയ്യാനുള്ളതേ ഉള്ളൂ. അവിടെ ഒന്നും ഡെൻസിറ്റി ഓഫ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 0.7 ഇൻറ്റു 1000 എന്ന് കിട്ടും. എത്ര വരും? 0.7 700 എന്ന് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി പ്രഷർ കണ്ടുപിടിക്കാം. P is equal to ഗേജ് പ്രഷർ is equal to റോ, വിച്ച് ഈസ് അതിന്റെ ഡെൻസിറ്റി എത്രയാണ്? 700 ഇൻറ്റു G ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. നമുക്കപ്പം വേണമെങ്കിൽ 10 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 10 എടുക്കുകയാണെങ്കിൽ ഇൻറ്റു H എന്ന് പറഞ്ഞാൽ 2 ആണ്. ചെയ്യുമ്പോൾ ആൻസർ വരുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് 14,000 എന്ന് കിട്ടും അല്ലെ പാസ്കലിൽ. പക്ഷെ ഓപ്ഷനിൽ മെഗാ പാസ്കൽസിലാണ് എല്ലാം കിടക്കുന്നത് അല്ലെ? മെഗാ പാസ്കൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിനെ മെഗാ പാസ്കൽ ആക്കുവാണെങ്കിൽ എന്ത് വരും? 6 points, which is 0.014 മെഗാ പാസ്കൽ എന്ന് ആൻസർ. ശരിയാണ്. ഓപ്ഷൻ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി 0.014 മെഗാ പാസ്കൽ. ആൻസർ കിട്ടിയല്ലോ, 0.014 മെഗാ പാസ്കൽ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രഷറിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യത്തുള്ളൂ. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഫണ്ടമെന്റൽ ഇക്വേഷനും അറിയാമായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോ. 24th question. The type of turbine recommended for a head of 10 meter. നമുക്ക് 3 തരം ടർബൈൻ ഉണ്ട്. ഒന്നാമത്തെ ടർബൈൻ്റെ പേര് പെൽട്ടൺ ടർബൈൻ എന്നാണ്. ഈ പെൽട്ടൺ ടർബൈൻ ഉപയോഗിക്കുന്നത് 300 മീറ്ററിന് മുകളിൽ ഹെഡ് വരുമ്പോഴാണ് പെൽട്ടൺ ടർബൈൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ടർബൈൻ്റെ പേര് ഫ്രാൻസിസ് ടർബൈൻ എന്നാണ്. ഫ്രാൻസിസ് ടർബൈൻ ഉപയോഗിക്കുന്നത് 300 മീറ്ററിനും 60 മീറ്ററിനും ഇടയ്ക്ക് ഹെഡ് വരുമ്പോഴാണ് ഈ പറഞ്ഞ ടർബൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ടർബൈൻ്റെ പേര് കപ്ലാൻ ടർബൈൻ എന്നാണ്. കപ്ലാൻ ടർബൈൻ ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ 60 മീറ്ററിന് താഴെ ഹെഡ് വരുമ്പോഴാണ് കപ്ലാൻ ടർബൈൻ ഉപയോഗിക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ദ ടൈപ്പ് ഓഫ് ടർബൈൻ റെക്കമെൻഡഡ് ഫോർ എ ഹെഡ് ഓഫ് 10 മീറ്റർ വിച്ച് ഈസ് ബിലോ 60 മീറ്റർ ആണ്. സോ ഓപ്ഷൻ ഈസ് കപ്ലാൻ ടർബൈൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ 25th our last question. The range of coefficient of discharge value of a Venturi meter is. നമുക്കറിയാം 3 തരം കോയിഫിഷ്യൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. അതിനെ നമ്മൾ ഹൈഡ്രോളിക് കോയിഫിഷ്യൻസ് ഒക്കെ പറയും, വിച്ച് ഈസ് CD, CV, CC. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെഞ്ചുറി മീറ്ററിന്റെ ഡിസ്ചാർജ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ്, CD വാല്യൂ ആണ്. അതെപ്പോഴും 0.95നും 0.99നും ഇടയ്ക്കായിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി 0.95 to 0.99. നമുക്ക് വെഞ്ചുറി മീറ്ററും ഒറിഫൈസ് മീറ്ററും പിറ്റോ ട്യൂബും ഒക്കെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ ബേസിക് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് സെഷനിൽ നല്ല എല്ലാ ക്വസ്റ്റ്യൻസും കോർ സബ്ജക്ട്സ് എന്നുള്ളതാണ്. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, തെർമോഡൈനാമിക്സ്, ഹീറ്റ് ട്രാൻസ്ഫർ, R&AC, IC എഞ്ചിൻസ്, എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. അപ്പം ഈ ക്ലാസ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമുക്കറിയാം, നമുക്ക് PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ എക്സാംസ് ഒക്കെ വരികയാണ്. ഇപ്പം യൂണിവേഴ്സിറ്റീസ്, അതിലേക്ക് അഗ്രോ ഇൻഡസ്ട്രീസ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എക്സാമിനേഷൻ അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട്. ദെൻ നമ്മുടെ RRB SSC ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ 2026 എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമ്മുടെ ഏണസ്റ്റ് അക്കാദമി നിങ്ങൾക്കായിട്ട് ബാച്ചസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റണ്ണിങ് കണ്ടീഷനിലാണ്. അപ്പം നിങ്ങൾക്ക് ഈ ബാച്ചസിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ എക്സാമിന് മാക്സിമം റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറാൻ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾക്ക് അല്ലെങ്കിൽ ഇതിനെ ബാച്ചസിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.